എല്ലാവർക്കും ക്ലാസ് ടൈം സൊല്യൂഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ടാലി പ്രൈം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ, ടാലിയിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കമ്പനി ക്രിയേഷനാണ്. അതിനായിട്ട് കീബോർഡിലെ Alt K എന്ന കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടോ, ഇവിടെ കാണുന്ന മുകളിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന കമ്പനി എന്ന മെനു ഉപയോഗിച്ചിട്ടോ നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ കമ്പനി എന്ന മെനു ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ വരുന്ന ക്രിയേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോയാണ് ഒരു കമ്പനി ക്രിയേഷൻ്റെ വിൻഡോ. ഇവിടെ തന്നിരിക്കുന്ന കമ്പനി ഡാറ്റാ പാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കമ്പനിയിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് ഏത് ലൊക്കേഷനിലാണ് സേവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന കമ്പനി ഡാറ്റാ പാത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വലതുവശത്ത് ഒരു ലിസ്റ്റ് ഓഫ് ഫോൾഡേഴ്സ് വരുന്നത് കാണാം. അവിടെ സെലക്ട് ഫ്രം ഡ്രൈവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റ് ഫോൾഡേഴ്സൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള CTS എന്ന് പറയുന്ന ഫോൾഡറിലേക്കാണ് ഇത് സേവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ CTS എന്ന ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ അതിൻ്റെ പാത്ത് മാറി. ആ പാത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ കമ്പനി ഡാറ്റാ പാത്ത് എന്നുള്ളത് മാറി അവിടേക്ക് പുതിയ ലൊക്കേഷൻ വരുന്നത് കാണാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആദ്യമായിട്ട് കമ്പനി നെയിം, കമ്പനിക്കൊരു പേര് കൊടുക്കുക. ഞാനിവിടെ CTS എന്നാണ് കമ്പനിക്ക് പേര് കൊടുക്കുന്നത്. തുടർന്ന് വരുന്ന മെയിലിംഗ് നെയിം, അതും ആദ്യം കൊടുത്തിരിക്കുന്ന കമ്പനി നെയിം തന്നെ വന്നത് നമുക്ക് കാണാം. വേണമെന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് അവിടെ വേറെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്, നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് അഡ്രസ്സാണ്. അഡ്രസ്സിൻ്റെ സ്ഥാനത്ത് സ്ഥാപനത്തിൻ്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ എറണാകുളം എന്ന ഒരു ജില്ലയുടെ പേര് മാത്രമാണ് തൽക്കാലം ഇവിടെ കൊടുക്കുന്നത്. അടുത്തതായിട്ട് സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ചോദിക്കാനായിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വലതുവശത്ത് ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് വരുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കാം. നമ്മുടെ കേരളയാണ്. അതിൽ KE എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ കേരള എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അവിടെ എൻ്റർ കൊടുത്താൽ മതി. സ്റ്റേറ്റിൻ്റെ പേര് കേരള എന്ന് കൊടുത്തപ്പോൾ തന്നെ അതിൻ്റെ താഴെ കൺട്രി നെയിം ഇന്ത്യ എന്ന് വന്നു. ഇനി അടുത്തത് നമുക്ക് പിൻകോഡ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ 12345 എന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ താഴെ ടെലിഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ 1234567 എന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ താഴെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അതും ഒരു 10 അക്ക നമ്പർ ഞാൻ കൊടുക്കുകയാണ്. അതിനുശേഷം വരുന്ന ഫാക്സ്, ഇമെയിൽ, വെബ് മുതലായ കാര്യങ്ങൾ അതിനകത്ത് ചേർക്കാവുന്നതാണ്. ഇനി ഇവിടെ മുകളിൽ കാണിച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രോം, നമ്മുടെ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുന്നത് April 1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 1 April 24 എന്ന് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് ബുക്സ് ബിഗിനിങ് ഫ്രോം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഫിനാൻഷ്യൽ ഇയറും ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റും ഒരേപോലെ ആയിരിക്കും. പക്ഷേ ചില അവസരങ്ങളിൽ ട്രാൻസാക്ഷൻസ് ഏപ്രിലിന് ശേഷമാണ് വരുന്നതെങ്കിൽ ആ ഡേറ്റ് എഴുതിയാൽ മതി. ഉദാഹരണത്തിന് ജൂൺ മാസത്തിലാണ് ആരംഭിക്കുന്നതെങ്കിൽ 1 June 24 എന്ന് എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ രണ്ടും 1 April 24 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ്ങും ബുക്സ് ബിഗിനിങ്ങും. ഇനി ക്രിയേറ്റ് ചെയ്ത ഈ കമ്പനി ഒരു
യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാം. അതിനായിട്ട് കീബോർഡിലെ F12 പ്രസ് ചെയ്യുക. അപ്പോൾ വരുന്ന കോൺഫിഗറേഷനിൽ നിന്ന് യൂസർ ആക്സസ് കൺട്രോൾ എന്നുള്ളത് യെസ് ആക്കി കൊടുക്കുക. അപ്പോൾ വിൻഡോയിൽ കൺട്രോൾ യൂസർ ആക്സസ് ടു കമ്പനി ഡാറ്റ എന്നുള്ളത് കാണിക്കും. അത് നോ എന്നുള്ളത് യെസ് ആക്കി കൊടുക്കണം. അപ്പോൾ യൂസർ നെയിം ചോദിക്കും. ഞാനിവിടെ CTS എന്ന് കൊടുക്കുകയാണ്. പാസ്വേഡും CTS എന്ന് കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ പാസ്വേഡ് കൺഫേം ചെയ്യണം. ഇനി ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് യെസ് കൊടുക്കുകയോ എൻ്റർ കീ അമർത്തുകയോ ചെയ്യുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അത് CTS എന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ കുറേ ഫീച്ചേഴ്സ് വരുന്നത് നമുക്ക് കാണാം. അക്കൗണ്ടിങ്, ഇൻവെൻട്രി, ടാക്സേഷൻ എന്നൊക്കെ പറഞ്ഞ് ഫീച്ചേഴ്സ് വരും. ഇവിടെ അക്കൗണ്ടിങ് എന്നുള്ള ഈ ഫീച്ചർ അത് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എനേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യെസ് എന്ന് കൊടുത്തിരിക്കുന്നത്. അത് നോ എന്നാക്കുകയാണെങ്കിൽ അത് ഡിസേബിൾ ആയി പോകും. നമുക്ക് ഇത് ആവശ്യമാണ്, അതുകൊണ്ട് എനേബിൾ ആക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് യെസ് എന്നാണ് കൊടുക്കേണ്ടത്. ഓൾറെഡി ഇവിടെ യെസ് എന്ന് തന്നെ കിടപ്പുണ്ട്. അടുത്തതായിട്ട് ഇൻവെൻട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റോക്ക് മുതലായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് എനേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യെസ് എന്ന് കൊടുക്കുക. ഇവിടെ ഓൾറെഡി അതും യെസ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇത് ടാക്സേഷൻ ആണ്. GSTയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് യെസ് ആക്കി കൊടുക്കണം. അതായിട്ട് ഷോ മോർ ഫീച്ചേഴ്സിന് മുകളിൽ അടുത്ത യെസ് കാണിച്ചിട്ടുണ്ട്. അത് യെസ് ആക്കി കൊടുക്കുമ്പോൾ കൂടുതൽ ഫീച്ചേഴ്സ് വരുന്നത് കാണാം. അപ്പോൾ ഇത് ഓരോന്നും ഇനി എൻ്റർ കൊടുത്തു. ടാക്സേഷൻ്റെ ഇവിടെ യെസ് എന്ന് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവിടെ എൻ്റർ കൊടുക്കുമ്പോൾ ഇവിടെ GST നമ്പറും മറ്റും കൊടുക്കേണ്ടതാണ്. ഇതൊരു പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആക്സെപ്റ്റ് ചെയ്യുക. വീണ്ടും എല്ലാം എൻ്റർ എടുത്ത് ആക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത CTS എന്ന കമ്പനി. ഇത് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള കമ്പനി ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും മുകളിലായിട്ട് ബോൾഡ് ലെറ്റർ ആയിട്ടായിരിക്കും കമ്പനി നെയിം കാണുക. മുകളിൽ കൊടുത്തിരിക്കുന്ന കറണ്ട് പീരീഡ് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനായിട്ട് കീബോർഡിലെ Alt F2 കോമ്പിനേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ മുകളിൽ കാണിച്ചിരിക്കുന്ന ഡേറ്റ് അതിൻ്റെ നേരെയുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന പീരീഡ് ഓപ്ഷൻ ഉപയോഗിച്ചും ചേഞ്ചസ് വരുത്താവുന്നതാണ്. അതുപോലെ കറണ്ട് ഡേറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ കീബോർഡിലെ F2 കീ ഉപയോഗിക്കാം. അല്ലെങ്കിൽ മുകളിൽ വലതുവശത്തുള്ള ഡേറ്റിൽ ക്ലിക്ക് ചെയ്തും ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പനിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ കമ്പനി മെനു ക്ലിക്ക് ചെയ്ത് വരുന്ന ആൾട്ടർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത CTS എന്ന കമ്പനി കാണാം. അവിടെ എൻ്റർ കൊടുക്കുക അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കമ്പനി ക്രിയേഷൻ വിൻഡോ ഓപ്പണായി വരും. ഇവിടെ ഞാൻ CTS എന്നുള്ള കമ്പനിയുടെ പേര് CTS 0003 എന്ന് ആണ് മാറ്റുന്നത്. അങ്ങനെ ഒരു മാറ്റം മാത്രമാണ് ഞാൻ തൽക്കാലം ഇതിനകത്ത് മാറ്റുന്നുള്ളൂ. ബാക്കിയുള്ളത് സേവ് ചെയ്യാം. ഇനി എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് ഗേറ്റ്വേ ഓഫ് ടാലിയിലേക്ക് തിരിച്ചു വരാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പനി താൽക്കാലികമായിട്ട് ഒന്ന് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി മെനുവിലെ ഷട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത CTS 0003 എന്ന കമ്പനി നമുക്കിവിടെ കാണാം.
അത് സെലക്ട് ചെയ്തിട്ട് എൻ്റർ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത CTS 0003 എന്ന കമ്പനി ഇവിടെ നിന്ന് പോയതായിട്ട് നമുക്ക് കാണാം. ക്ലോസ് ചെയ്ത കമ്പനി വീണ്ടും ആക്റ്റീവ് ആക്കാനായിട്ട് കമ്പനി മെനുവിലെ സെലക്ട് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നിന്നും CTS 0003 എന്ന ക്ലോസ് ചെയ്ത കമ്പനി സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കണം. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് യൂസർ നെയിമും പാസ്വേഡും വീണ്ടും കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത കമ്പനി വീണ്ടും ആക്റ്റീവ് ആയിരിക്കുന്നത് നമുക്ക് കാണാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുകയാണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ സംശയ നിവാരണത്തിനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.